നമ്മളുടെ സമൂഹത്തിൽ ഈ വിഷം കുത്തി നിറച്ച സർപ്പങ്ങളെ പോലെ അത്രയും വിഷമുള്ള ആൾക്കാരുണ്ട്. അപ്പം അതിൻ്റെ ഒരു സംഭവമായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇടയ്ക്ക് ഞാൻ നമ്മളുടെ വാട്സപ്പിൽ ഒരു സ്റ്റേറ്റസ് കണ്ടു. ആ സ്റ്റേറ്റസിൽ ഒരാളുടെ കൈ ഇങ്ങനെ മുറിഞ്ഞ് ചോര വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റസാണ്. അപ്പം ഞാൻ തന്നെ ആലോചിച്ചു, ഇത് എന്താണ് സംഭവം എന്നുള്ള ഒരു കാര്യം ഇങ്ങനെ ആലോചിച്ചു. സംഭവം പിന്നീട് അന്വേഷിച്ച് വന്നപ്പോൾ ഇതൊരു ടോക്സിക് റിലേഷൻഷിപ്പിലൂടെ പോകുന്ന ഒരു ആളാണ് എന്ന് മനസ്സിലാവുകയും അതിൻ്റെ ഒരു പ്രത്യാഘാതമായിട്ട് വന്ന സംഭവമാണ് ഇതെന്ന് മനസ്സിലാവുകയൊക്കെ ചെയ്തു. പിറ്റേന്ന് അതിന് ശേഷം അവർ അപ്പോളജൈസ് ചെയ്ത് എന്തൊക്കെയോ മെസ്സേജ് ഇടുകയൊക്കെ ചെയ്തു. അറിയാവുന്ന ആളാണല്ലേ? അറിയാവുന്ന ആളാണ്. ഓക്കെ ഓക്കെ. ഇതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ ഞാൻ ക്ലാസിക് ആയിട്ടുള്ള നാർസിസിസ്റ്റ് എന്ന് ലേബൽ ചെയ്യാവുന്ന ഒരു എക്സാമ്പിൾ ഉള്ള ഒരാളിനെ കണ്ടു. അത് മറ്റാരുമല്ല, നമ്മുടെ നാട്ടുകാരനൊന്നുമല്ല, നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ഒരു സായിപ്പാണ്. സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലെ ആൾക്കാർ വളരെ എന്താ പറയുക, ഡോമിനൻ്റ് അല്ലാത്ത, വളരെ റിസസീവ് എന്നാണെന്ന് തോന്നുന്നു എനിക്കൊന്ന് പറയുന്നത്, അങ്ങനത്തെ ഉള്ള ആൾക്കാരാണ്. അങ്ങനെയുള്ള ആൾക്കാരെ വെച്ചിട്ട് നാർസിസിസ്റ്റിക് ബിഹേവിയർ കൊണ്ട് മുതലെടുക്കുന്ന ഒരാൾ, ഒരു മാനിപ്പുലേറ്റർ. അത് മാനിപ്പുലേറ്റർ മാത്രമല്ല, എന്താ പറയുക, പാവങ്ങളെ ചൂഷണം ചെയ്യുന്ന, ഗ്യാസ് ലൈറ്റ് ചെയ്യുന്ന, സ്വന്തമായിട്ട് സ്വന്തം കാര്യങ്ങൾ മാത്രം ചിന്തിക്കുകയും മറ്റുള്ള എല്ലാ ഒബ്ജക്റ്റ് ആണെന്ന്, മറ്റുള്ളവർക്കൊന്നും ഒരു പ്രാധാന്യമല്ലേ ജീവിതത്തിൽ, അങ്ങനെയുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ അവരെക്കുറിച്ച് നമുക്കിന്നൊന്ന് സംസാരിക്കാം. ബ്രോയ്ക്ക് അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ച് അറിയുമോ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ ബ്രോ. അതായത് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ, ബ്രോ ഇപ്പോൾ പറഞ്ഞ 2 എക്സാമ്പിൾ പോലെ എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ട് നമ്മുടെ കുടുംബങ്ങൾക്കുള്ളിൽ തന്നെ ഉണ്ടാവും, എന്തിനേറെ നമ്മുടെ കൂട്ടുകാർക്കിടയിലും ഉണ്ടാവും. എനിക്ക് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ കൂട്ടുകാരിൽ അങ്ങനെ എനിക്ക് അറിയാവുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഈ പറഞ്ഞ പോലെ ഇമോഷൻ വളരെ കുറവാണ് പൊതുവേ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവർക്ക് മറ്റുള്ളവരുടെ ഫീലിങ്സ്, ബ്രോ പറഞ്ഞ പോലെ അതൊരു ഒബ്ജക്റ്റ് ആയിട്ടാണ് അവർ കാണുന്നത്. പിന്നെ എല്ലാത്തിലും നമ്മുടെ അച്ചീവ്മെൻറ്റ്സിനെ, ഇപ്പം നമ്മൾ പേഴ്സണലി ഒരു സുഹൃത്ത് എന്ന നിലയിൽ നമ്മൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, ഈ സുഹൃത്ത് നമ്മളെ ഒരു നല്ല കാര്യം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു അച്ചീവ്മെൻറ്റ് വരുമ്പോഴോ വെൽ ഡൺ എന്ന് പറയും. പക്ഷെ അവിടെയും അതിലൊരു തമാശ കണ്ടെത്തി നമ്മളെ അടിച്ച് താഴ്ത്തുക എന്നുള്ള, നീ ഒന്നുമല്ല എന്നാ കുഴപ്പമില്ല എന്ന് പറയുന്ന രീതിയിൽ നിർത്തുന്ന പല ആൾക്കാരും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവരെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇത് കണ്ടുപിടിക്കാനാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ട്. കാരണം ആദ്യ കാലഘട്ടങ്ങളിൽ ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല ഇങ്ങനെ ഒരാൾ നമ്മുടെ കൂടെ ഉള്ളത്. ഒരു സുഹൃത്തായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഈ സുഹൃത്ത് ശരിക്കും സുഹൃത്താണോ എന്ന് ഒരു ചിന്തിക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോഴാണ് അന്ന് മനസ്സിലാകുന്നത്, ശരിക്കും ഇതൊരു സുഹൃത്താണെന്ന് നമ്മൾ പറയുന്നെങ്കിലും ഇത് നമ്മൾക്ക് ജീവിതത്തിൽ ഒരു ഉപകാരവും ഇല്ലാത്ത, എന്നാൽ നമ്മളെ അടിച്ച് താഴ്ത്തുക, മെൻ്റലി താഴ്ത്തുക എന്നുള്ളൊരു അപ്രോച്ച് മാത്രമുള്ള ഒരു ആളാണെന്ന് മനസ്സിലായി. ബ്രോയുടെ ജീവിതത്തിൽ എങ്ങനെയാണ്, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ ഈ ഇടയ്ക്ക് തന്നെ ഒരു ക്ലാസിക് എക്സാമ്പിൾ പറയാം. ഞാൻ എൻ്റെ ഈ ഫ്ലാറ്റിൽ ഞാൻ ഒരാളിനെ താമസിപ്പിച്ചു. അപ്പോൾ താമസിപ്പിച്ച് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടുകാരനല്ല, മലയാളിയല്ല, അതുകൊണ്ടാണ് ധൈര്യമായിട്ട് ഞാനിങ്ങനെ പറയുന്നത്, ഓപ്പണായിട്ട് പറയുന്നത്. ഞാൻ താമസിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇദ്ദേഹം ഒരു പാരസൈറ്റ് ആണെന്ന് മനസ്സിലായി. പാരസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം നീഡുകളെ മാത്രം ആശ്രയിക്കുന്ന ഒരാൾ. അതായത് എല്ലാം എനിക്ക് സ്വന്തം, സെൽഫിഷ് ആയിട്ടുള്ള, മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള, മറ്റുള്ളവരെല്ലാം ഒബ്ജക്റ്റ് ആണെന്ന് കാണുന്ന ഒരാളെന്ന് എനിക്ക് മനസ്സിലായി. അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പല കാര്യങ്ങളും ഇദ്ദേഹത്തിന് ചെയ്തു കൊടുത്തു. അദ്ദേഹത്തെ എയർപോർട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ റൂം, എനിക്കിവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രൈവസി ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് താമസിക്കുന്നത് തന്നെ. അപ്പോൾ ഇങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് താമസിക്കുമ്പോഴും ഞാൻ എൻ്റെ റൂം അദ്ദേഹത്തിന് ഇവിടെ ഒരു ഫ്രണ്ട് റൂം കൊടുത്തു. ഞാൻ TV കാണാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ്. പക്ഷേ എനിക്ക് കുറച്ച് ദിവസം TV കാണാൻ പറ്റിയില്ല. ഓക്കെ, ഒരാഴ്ച TV കാണാൻ പറ്റിയില്ല. ഇറ്റ്സ് ഓക്കെ. ഞാൻ എൻ്റെ ബെഡ്റൂമിൽ കൺഫൈൻഡ് ആയിട്ടിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ ചെയ്തു കൊടുത്തപ്പോഴും എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മളോട് തിരിച്ച് ഒരു ആർട്ടിഫിഷ്യലായിട്ട് പോകാൻ നേരത്ത് ഒരു താങ്ക് യു പറയുന്നതല്ലാതെ ഈ മനുഷ്യൻ യാതൊരു വിധത്തിലും നമ്മൾക്ക് ഒരു ഗുണമോ ഒരു നല്ല കാര്യം ചെയ്യുന്നില്ല. എവറി ടൈം വെൻ ഹീസ് അറൗണ്ട്, എനിക്ക് തോന്നിയത് പലപ്പോഴും നമുക്കൊരു നെഗറ്റീവ്, വളരെ ഒരു വല്ലാത്ത ഫീലിംഗ്. ഇങ്ങനെയുള്ള മനുഷ്യരുണ്ട്. നമ്മൾ തന്നെ ഇപ്പം സ്ഥിരമായിട്ട് ഒരാളുടെ ഒരു, അത് ചിലപ്പോൾ ജോലി സ്ഥലത്താവാം, അത് ചിലപ്പോൾ നമ്മളുടെ കുട്ടിയുടെ ഒരു പഠിപ്പിക്കുന്ന ഒരാളാവാം, അതല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ താമസിക്കുന്ന, ഇപ്പം പല ആൾക്കാരുമായിട്ട് താമസിക്കുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ അവിടുത്തെ ഒരാളാവാം. ഈ എൻവയോൺമെൻറ്റിൽ എല്ലാം ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്, കുറച്ചേ ഉള്ളെങ്കിലും ഉണ്ട്. ആ ആൾക്കാർ പ്രധാനമായിട്ടും ചെയ്യാന്ന് പറഞ്ഞാൽ അവർ പാരസൈറ്റാണ്. ഈ നമ്മളുടെ നാട്ടിൽ ഇതിനെ കുരുമുളക് ചെടിയെ കണ്ടിട്ടില്ലേ? കുരുമുളക് ചെടി ഏത് മരത്തിൻ്റെ മേലെ കൂടി ഇങ്ങനെ പോകും, എന്നിട്ട് അത് വളരും എന്ന് പറയുന്ന പോലെ ആൾക്കാരുണ്ട്. ഇവർ
ആദ്യമായിട്ട് നമ്മൾ ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ അല്ലെങ്കിൽ വളരെ ഇതായിട്ട് നമ്മളുടെ അടുത്തേക്ക് അടുക്കും. അപ്പം നമ്മളൊരു പ്രത്യേകിച്ച് നമ്മളൊരു എംപാത്ത് ആണെങ്കിൽ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ സിൻസിയറും നമുക്കൊരാളിനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉള്ള താല്പര്യമുള്ള കൈൻഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇവരാദ്യം അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്താണ് അടുക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം അവർക്ക് വേണ്ട എന്താണ്, നീഡാണ്. അവരുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളത് മാത്രമേ അവർക്ക് ആഗ്രഹമുള്ളൂ. അപ്പോൾ ഇവർ നമ്മളിലേക്ക് അടുക്കുകയും അവരുടെ നീഡുകൾ സാധിക്കുകയും വൺസ് അവരുടെ നീഡുകൾ കഴിയുമ്പോൾ നമ്മൾ ഒബ്ജക്റ്റായിട്ട് മാറ്റി വയ്ക്കുകയും പോവുകയും ചെയ്യാണ്. അപ്പോൾ നമ്മൾ തന്നെ ആലോചിക്കും, ചിലപ്പോൾ നമ്മൾ തന്നെ ആലോചിക്കും, ഷടാ എന്താണ് ഇങ്ങനെ, ഇവരെന്താണ് ഇങ്ങനെ ആയിപ്പോയത് എന്നുള്ള ആലോചിക്കും. പക്ഷേ ഇതൊന്നുമല്ല പ്രധാന പ്രശ്നം. ഇതിലേറ്റവും പ്രധാന പ്രശ്നം ഇവരുടെ കൂടെ താമസിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതലായിട്ട് അനുഭവിക്കാൻ പോകുന്നവർ, അല്ല അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ. ഇതൊന്നും മനസ്സിലാക്കാതെ വളരെ അതിലേറ്റവും കൂടുതൽ അനുഭവിക്കാൻ പോകുന്ന ആൾക്കാരാരെന്നറിയോ? ഈ സാധാരണ വളരെ കൈൻഡായിട്ടുള്ള ഒരു ചിന്തകളും മനസ്സിലില്ലാത്ത വളരെ സെൽഫ് കോൺഫിഡൻസ് കുറഞ്ഞ ആൾക്കാരുണ്ട്. ഇവരുടെ പാർട്ട്ണറാവുകയും ഒരുമിച്ച് താമസിക്കുകയും ഒക്കെ ചെയ്യും. കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ പറയുന്ന പോലെ തന്നെ ഗ്യാസ് ലൈറ്റിംഗ്, അല്ലെങ്കിൽ തുടക്ക സമയത്തെന്ന് പറഞ്ഞാൽ ഭയങ്കര അപ്രിസിയേഷനും കാര്യങ്ങളും ആയിരിക്കും. ഇപ്പം നീ വളരെ എല്ലാ കാര്യങ്ങളും നല്ലപോലെ ചെയ്യുന്നു, നീ സൂപ്പറാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് വളരെ ചാമിങ് ആയിരിക്കും ഇവർ. ഇപ്പം ഇവരെ ആദ്യം നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല. ഭയങ്കര ചാമിങ് ആയിരിക്കും, ഭയങ്കര എനർജറ്റിക് ആയിരിക്കും, വലിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മളോട് പറയുക. അപ്പം പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണെങ്കിൽ ഇവരോട് അട്രാക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇവർ അട്രാക്റ്റ് ആവുകയും ഇവരുടെ ലൈഫിലേക്ക് പോവുകയും ചെയ്യും. പോയി കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോഴായിരിക്കും പലപ്പോഴും മനസ്സിലാവുക ഇവരുടെ ഒരു തനി സ്വഭാവം പുറത്തേക്ക് വരും. ആ തനി സ്വഭാവം എന്ന് പറയുമ്പോഴത്താണ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള ഈ പറഞ്ഞ വ്യക്തിക്ക് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. ഞാൻ കണ്ടിട്ടുള്ളൊരു പ്രധാന കാര്യം, ഈ പറഞ്ഞ വ്യക്തി സ്വന്തം ഭാര്യയെ ഉടുത്തിരുത്തി സംസാരിക്കുകയാണ്. സംസാരിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ആസ് ആൻ ഔട്ട്സൈഡർ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഈസ് എ മാനിപ്പുലേറ്റർ അല്ലെങ്കിൽ ഈസ് എ നാർസിസിസ്റ്റ് എന്നുള്ളത്. പറയുന്ന കാര്യങ്ങളെല്ലാം സ്വന്തമാണ്, മറ്റുള്ള ആളിന് ഒരു കൺസിഡറേഷനും ഇല്ല. അവരെന്തെങ്കിലും പറഞ്ഞാലും അവരെ തട്ടി തവിഴ്ത്തി ചാഴ്ത്തുക, അതല്ലെങ്കിൽ അവരെ ഇഗ്നോർ ചെയ്യുക, അവരെ മാനിപ്പുലേറ്റ് ചെയ്യുക, നീ ഒന്നുമല്ല എന്ന് പറയുക, അവരുടെ കോൺഫിഡൻസ് തകർക്കുക. കുഴപ്പം ഈ പറയുന്ന വ്യക്തി ഇത്തരത്തിലുള്ള ആൾക്കാരുമായിട്ട് ബന്ധങ്ങൾ സ്ഥാപിച്ചു കഴിയുമ്പോൾ ഒരു 3-4 വർഷങ്ങൾ കഴിയുമ്പോൾ ഇവർ വളരെ എങ്ങനെ ഇരുന്ന ആൾക്കാരാണോ അതിൻ്റെ താഴെ ലെവലിലാവും. സെൽഫ് കോൺഫിഡൻസ് പോവും, ജോലി ചിലപ്പോൾ നഷ്ടപ്പെട്ടെന്ന് വരും, ജീവിതത്തിൽ ആരുമായിട്ട് ഒരു ബന്ധവും ഇവർ മറ്റേ പറഞ്ഞ ടീം അനുവദിക്കാതെ തടഞ്ഞു വെച്ച് ഒരു വല്ലാത്തൊരു ഐസൊലേറ്റഡ് അവസ്ഥയിലൂടെ പോകുന്നവരുണ്ട്. ഇങ്ങനെ പോകുന്നവർ ഒത്തിരി പേരുണ്ട്, എനിക്കറിയാവുന്ന പേഴ്സണലി. അത്തരത്തിലുള്ള ആൾക്കാരാണ് ഈ ടോക്സിക് ആൾക്കാരെന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭയങ്കര അത്യാവശ്യമാണ്. പക്ഷേ അവിടെയാണ് അതിൻ്റെ പാട് ബ്രോ. അതായത് ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നെന്ന് പറഞ്ഞാൽ അവർ തന്നെ വിക്റ്റിമായിട്ട് അവർ തന്നെ പൊട്രേ ചെയ്യും, അല്ലേ? അവർക്കാണ് പ്രശ്നമെന്ന്, അല്ലെങ്കിൽ അവരാണ് വിക്റ്റിം എന്നുള്ളൊരു സാധനം കളിക്കുമ്പോൾ നമുക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറച്ച് പാടാണ്. ഈ ബ്രോ പറഞ്ഞ പോലെ ഈ ഔട്ട്സൈഡിൽ നിന്ന് നോക്കിയാലേ ഇത് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ പഴയ കാലത്തിലെ മെയിൽ ഷോവനിസ്റ്റുകൾ എന്ന് നമ്മൾ പറയുന്ന പല കുടുംബനാഥന്മാർ എന്ന് പറയുന്ന പഴയ ആൾക്കാർ, അവരും ഈ ടോക്സിക് ആൾക്കാരും തമ്മിൽ എന്താണ് ഡിഫറൻസ് വരിക? എന്താണ് ബ്രോയുടെ? അല്ല, അത് ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആലോചിച്ചാൽ നമ്മുടെ നാട്ടിലേക്ക് ഒരു കാലഘട്ടത്തിലെ സോഷ്യൽ നോം അതായിരുന്നു. പക്ഷേ ഇവർ തമ്മിലുള്ള വ്യത്യാസം വരിക എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷനിലാണ് വ്യത്യാസം വരിക. അവരിങ്ങനെയൊക്കെ ആണെങ്കിലും, അവർ ആ സോഷ്യൽ നോം ഫോളോ ചെയ്തവരാണെങ്കിലും അവർക്കൊരു ഇമോഷനുണ്ട്. അവർക്കൊരു കണ്ണ് നിറയും, വിഷമം വരുമ്പോൾ കണ്ണ് നിറയാം, സന്തോഷം വരുമ്പോൾ ചിരിക്കാം. പക്ഷേ ഞാൻ ഈ പറഞ്ഞ ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയ ഏറ്റവും പ്രധാന കാര്യം എന്താണെന്നറിയോ? അവരുടെ മുഖത്തേക്ക് നോക്കിയാൽ മതി. അവരുടെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ കണ്ണുകളിൽ വികാരം കാണത്തില്ല, പിരികത്തിൽ വികാരം കാണത്തില്ല, മുഖത്ത് ഒരു വികാരവും കാണത്തില്ല. തമാശകൾ പോലും പറയുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് ചിരിക്കാനോ ഒരു ആർട്ടിഫിഷ്യലാണ് എല്ലാം. അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാർ ബ്രോയുടെ ജീവിതത്തിൽ ബ്രോ കണ്ടിട്ടുണ്ടോ? ഈ പറഞ്ഞ വ്യക്തി അല്ലാതെ വേറെ ജനറലി കാണാൻ സാധ്യത ഉണ്ടായിട്ടുണ്ടോ? ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്കറിയാവുന്ന ഞാൻ പഠിച്ചിടത്തോളം, കാരണം പഠിക്കുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ ഈ സൈക്കോളജിയൊക്കെ അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് മനസ്സിലായത്, ഞാൻ അങ്ങനെ അധികം ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ മാനിപ്പുലേറ്റേഴ്സ് ആൻഡ് നാർസിസിസ്റ്റിക് ആൾക്കാർ ചുറ്റിനുമുണ്ട്, നമ്മുടെ ചുറ്റിനുമുണ്ട്. അവർ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞാൽ എംപാത്ത് ആയിട്ടുള്ള വളരെ സിൻസിയർ ആയിട്ടുള്ള പാവങ്ങളായിട്ടുള്ള ആൾക്കാരെയാണ്. ഇവരുടെ ജീവിതമാണ് ഇവർ തകർക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ട്. അല്ല, അവിടെ അത് പറയുമ്പോൾ എനിക്കൊരു സാധനം പറയണമെന്നുണ്ട് ബ്രോ. അതായത്
എനിക്ക് തോന്നുന്ന ബ്രോ പറഞ്ഞ പോലെ അവരുടെ കൂടെ ജീവിക്കുന്നവർക്ക് ഒരു എഫക്റ്റ് ചെയ്യാം. പക്ഷേ ഇതിലെ ഏറ്റവും പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തത് ഇതിനേക്കാൾ ഉപരി ഇതിൽ ഇപ്പോൾ ഇവരിലൂടെ ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഈ പറയുന്ന ടോക്സിക് ആയിട്ടോ അല്ലെങ്കിൽ നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തി ഒരു പവറിലിരിക്കുന്ന ഒരാളാണെങ്കിൽ അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം ബ്രോ പറഞ്ഞ പോലെ ഒരു എംപത്തറ്റിക് ആയിട്ടുള്ള ഒരാൾ, ഒരു പാവം ഒരു സ്ത്രീ അവരുടെ കൂടെ ജീവിച്ചു പോകുന്നു. അവരുടെ ലൈഫിൽ അവർ അത്ര എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. സോ ഷീ ഈസ് ഓക്കെ, മേ ബി ഷീ വിൽ അഡ്ജസ്റ്റ്. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 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 പ്രൊഫസർ ആയിക്കോട്ടെ, നമ്മളൊരു ഒരു 50 പേരെ പഠിപ്പിക്കുന്ന ഒരു പ്രൊഫസർ ആൻഡ് അയാൾ ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ആണെങ്കിൽ ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ അല്പം കൂടുതലാണ്. ഗ്യാരണ്ടി. കാരണം ഇപ്പം നാർസിസിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളാണ് സെൽഫ് ലവിങ് പേഴ്സൺ ആണ്. അയാൾക്ക് അയാളോട് മാത്രമേ കമ്മിറ്റ്മെൻ്റ് ഉള്ളൂ, അയാൾക്ക് അയാളോട് മാത്രമേ താല്പര്യമുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒബ്ജക്റ്റുകളാണ്, ബാക്കിയെല്ലാം വസ്തുക്കളാണ്, അല്ലെങ്കിൽ അവർ വ്യക്തികളേ അല്ല. അയാളുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി വെക്കുന്ന ആൾക്കാരാണ് ചുറ്റിനുള്ള ആൾക്കാർ. ഇപ്പം ഞാനൊരു പ്രൊഫസറാണെങ്കിൽ അതിലേറ്റവും കൂടുതൽ ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളെയൊക്കെ ഇവർക്ക് ഭയങ്കര കൺട്രോളിങ് ഭയങ്കര ഇഷ്ടമാണ്. ഇവർ കൺട്രോളിങ് കൊണ്ടാണ് സന്തോഷം കണ്ടെത്തുക. ഇവർ സത്യം പറഞ്ഞാൽ ഡീപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു പഴയ കാലഘട്ടം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഇവരുടെ ചൈൽഡ്ഹുഡും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവർ ഡീപ്ലി ഇൻസെക്യൂർ ആണ്. കാരണം ചൈൽഡ്ഹുഡിൽ വന്ന ട്രോമകളാണ് ഇവരെ, ചൈൽഡ്ഹുഡിൽ വന്ന പല പ്രശ്നങ്ങളുമാണ് ഇവരെ ഭാവിയിൽ ആ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള നാർസിസിസ്റ്റിക് ആയിട്ടുള്ള സെൽഫ് ഡിഫെൻസീവ് ആയിട്ടുള്ള ആൾക്കാരാക്കി മാറ്റുന്നത്. അപ്പം ഇവർക്ക് മറ്റുള്ളവരെ കുറിച്ച് യാതൊരു കൺസിഡറേഷനും ഇല്ല. അവർ സെൽഫ് ലവേഴ്സാണ്. ഇവരൊരിക്കലും നമ്മളുടെ ഇപ്പോൾ കുട്ടികളാണെങ്കിലും അവരുടെ ആരുടെയും ഇതിലൊന്നും അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അവരുടെ പ്രോഗ്രസ്സിലോ അവരുടെ കാര്യങ്ങളിലോ അവർ ഡെവലപ്പ് ചെയ്യണമെന്നൊന്നും ഇവർക്ക് താല്പര്യമില്ല. അവരുടെ ഒറ്റ താല്പര്യം അവരുടെ മുന്നിലുള്ളൂ, ദെയർ എംപവർമെൻറ്റ് അല്ലെങ്കിൽ ദെയർ എൻറിച്ച്മെന്റ്. അവർ നന്നാവുക, അവർ രക്ഷപ്പെടുക. അതാണ് ഞാൻ പറഞ്ഞത്, അതാണ് ഏറ്റവും വലിയ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സ്പോട്ട്. ഇപ്പോൾ ഒരു എംപത്തിക് ആയിട്ടുള്ള ഒരാളെ പാർട്ണറായിട്ട് എടുക്കുമ്പോൾ അത് പിന്നെയും പ്രശ്നമല്ല. പക്ഷേ ഇത്രയും വലിയൊരു ക്രൗഡിനെ ഒരാൾ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയിൽ നമ്മളൊരു പ്രൊഫസർ പറയുന്നത് ഉറപ്പായും കേൾക്കും, എന്താണ് ഇദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ഞാൻ പറയുകയാണ്, ആസ് എ നാർസിസ്റ്റിക് പേഴ്സണായ ഞാൻ പറയുകയാണ്, നീ കൊള്ളത്തില്ല, അല്ലെങ്കിൽ കാരണം ആസ് ഐ എം സീയിങ് യു ആസ് എൻ ഒബ്ജക്റ്റ്, അല്ലേ, നീ കൊള്ളത്തില്ല, നിന്നിൽ പൊട്ടൻഷ്യൽ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഉദ്ദേശിക്കുന്നത് ഈ പ്രോഡക്റ്റ് കൊണ്ട് എനിക്ക് ഗുണമില്ല, എൻ്റെ റിസൾട്ടിനെ ഇവൻ നെഗറ്റീവ് ആക്കാനേ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് ഇവൻ എനിക്ക് വിഷയമല്ല. പക്ഷെ അവിടെ നമ്മൾ ആ കുട്ടിയെയും അല്ലെങ്കിൽ ആ ഒരു സ്റ്റുഡൻറ്റിനെ ഡീമോട്ടിവേറ്റ് ചെയ്യുകയാണ്. വളരെ ശരിയാണ്. കാരണം കുഴപ്പം എവിടെയാണെന്ന് അറിയാം ബ്രോ. ബ്രോ പറഞ്ഞ വളരെ ശരിയാണ്. ഇതിനകത്ത് തലപ്പത്ത് സാധാരണ ഇങ്ങനെയൊക്കെയുള്ള ഇപ്പം രാഷ്ട്രീയക്കാരാണെങ്കിലും സ്പോർട്സിലൊക്കെ വരുന്നവരാണെങ്കിലും കൺട്രോളിങ് പവറിലൊക്കെ വരുന്നവരാണെങ്കിലും ഒരു നാർസിസിസ്റ്റിക് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇങ്ങനെയുള്ള ആൾക്കാർ. കാരണം ബിക്കോസ് ദേ ലവ് കൺട്രോൾ. അതെ, അനിമലിനെ പോലും, മൃഗത്തെ പോലും അവർ ചിലപ്പോൾ സൂക്ഷിക്കും. മൃഗത്തെ ഇഷ്ടമുള്ളതുകൊണ്ടല്ല, എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മൃഗത്തെ കൺട്രോൾ ചെയ്യണം. ദേ ആർ ദ മാൻ, ദേ ആർ കൺട്രോളിങ് ദ മൃഗം. ആൽഫ എന്ന് പറയുന്ന മാൻ വിടാം. ആൽഫ എന്ന് പറയുമ്പോൾ പൊക്കാൻ നാർസിസ്റ്റ് ആണെന്നും പറയാൻ പറ്റൂല. അല്ല, അവരുടെ ഒരു മൈൻഡിൽ അതാണ് ഇമോഷൻ ഇല്ലാത്ത ആൽഫ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ സത്യം പറഞ്ഞാൽ അവരുടെ ചുറ്റിനുമുള്ള ആൾക്കാരെയാണ് പലപ്പോഴും നശിപ്പിക്കുക. പക്ഷേ അവരുടെ ചുറ്റിനുമുള്ള ആൾക്കാർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തായിരിക്കും? അതായത് ഇപ്പം നിങ്ങളൊരു സെൽഫ് ലവിങ് പേഴ്സണാണ്, എംപാത്ത് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം നമ്മൾ ആരാണെന്നുള്ളത്, അല്ലേ? എക്സാക്ട്ലി, നമ്മൾ ആരാണ്. കാരണം ഇവരെപ്പോഴും നമ്മളുടെ വീക്ക്നെസ്സിലാണ് ചവിട്ടുക. ഉദാഹരണം പറയുകയാണെങ്കിൽ, നീ തടിച്ചിരിക്കുന്നു, നിന്നെ കാണാൻ കൊള്ളത്തില്ല, അല്ല നീ എന്താ ഇങ്ങനെ, നീ വേറെ എന്തെങ്കിലും ചെയ്യുക, ഞാനെന്ന് നീ ശരിയാകത്തില്ല, നീ മറ്റു പെണ്ണിനെ കണ്ടുപിടിക്കുക. അവരുടെ ഈഗോ ഹേർട്ടായ അവരെല്ലാം എപ്പോഴും ഈ ഒരു ഇതിലാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം അവർ ഇവരെ തകർക്കുക എന്നുള്ളതാണ്. അതിൽ നിന്ന് എനർജി കിട്ടുക. അവർ ഫൈറ്റ് ചെയ്യും, തിരിച്ച് എനർജി കിട്ടും, ഫൈറ്റ് ചെയ്യും, എനർജി കിട്ടും. ദേ വോണ്ട് ടു മേക്ക് ഡ്രാമ. ലൈഫെല്ലാം ഡ്രാമയാക്കാനാണ് അവർക്ക് താല്പര്യം. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മളെ തകർക്കാനുള്ള എല്ലാ സാധനവും ചെയ്യും. പേഴ്സണലായിട്ട് നമ്മൾ എടുക്കാതിരുന്ന എന്താണ് ഗുണം? നമ്മൾ സെൽഫ് ലവിങ്, നമ്മുടെ പ്രോബ്ലംസ് നമുക്കറിയാം, നമ്മുടെ സ്ട്രെങ്ത് അറിയാം, നമ്മുടെ വീക്ക്നെസ് അറിയാവുന്ന ഒരാളാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇത് പേഴ്സണലായിട്ട് എടുക്കത്തില്ല. ഇത് എടുക്കാൻ പറ്റത്തില്ല. കാരണം ബിക്കോസ് വാട്ട് എവർ യു സേ ഇറ്റ് ഡസൻ അഫക്ട് മീ. എൻ്റെ ടോണിലോ ഞാൻ സംസാരിക്കുന്നതിലോ ഞാൻ നിന്നോട് ആർഗ്യൂ ചെയ്യാൻ വരേണ്ട കാര്യം എനിക്കില്ല. അതേസമയം ഐ നോ മൈ ബൗണ്ടറീസ്. നിന്നെ എവിടെ നിർത്തണമെന്ന് എനിക്കറിയാം എന്നുണ്ടെങ്കിൽ അവിടെ നിർത്തുകവനെ. ഞാനതാണ് പ്രാക്ടീസ് ചെയ്തത്. ഞാൻ പ്രാക്ടീസ് ചെയ്ത ഒരേ ഒരു കാര്യമുള്ളൂ, ഞാൻ എൻ്റെ ബൗണ്ടറി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ബൗണ്ടറി ഇതാണ്. ഡോണ്ട് കം ടു മൈ ബൗണ്ടറി. യുവർ ബൗണ്ടറി ഈസ് ദെയർ, യു സ്റ്റേ ദെയർ. ഓക്കെ, അതായത് എന്നെ നീ മാനിപ്പുലേറ്റ് ചെയ്യാൻ വരണ്ട എന്നുള്ളൊരു വാർണിംഗ് ആണ് നമ്മൾ കൊടുത്തത്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഞാൻ എൻ്റെ ശബ്ദം ഉയർത്തുന്നില്ല, ഞാൻ എൻ്റെ അഗ്രസീവ്നെസ് കാണിക്കുന്നില്ല, ഞാൻ അതിനെതിരെ ഫൈറ്റ് ചെയ്യാൻ പോകുന്നില്ല. അത് മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ ഉള്ള താല്പര്യം.
ഇതിനകത്ത് ഒറ്റ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ദേ ഡോണ്ട് കം ടു അസ്, ബിക്കോസ് അവർക്ക് നമ്മളിൽ നിന്ന് ഫീഡ് ചെയ്യാനൊന്നും ഇല്ല. അതെ നമ്മൾ തിരിച്ചൊന്നും കൊടുക്കണ്ടേ ഇവന് ഫീഡ് ചെയ്യാൻ. ഡ്രാമ കളിക്കാൻ നമ്മൾ അവസരം കൊടുക്കണ്ടേ. അതെ അപ്പോൾ ആ ഡ്രാമ കളിക്കാൻ വേറെ അവസരം ഇല്ലെങ്കിൽ അവൻ അവിടെ ഫെയിൽ ആവുകയാണ്. അവൻ പതുക്കെ നമ്മളിൽ നിന്ന് ഒന്നിൽ ഒളിച്ചോടി പോകും, ഇല്ലേ മാറിയിരിക്കും, ഇല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് മാറിപ്പോവും. ഇങ്ങനെയുള്ള ആൾക്കാർ ഭയങ്കര മാനിപ്പുലേറ്റീവ്, സമൂഹത്തെ മൊത്തം നശിപ്പിച്ചോളും. കാരണം ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ നിൽക്കുവാണെന്ന് വെച്ചോ, ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇവൻ ആദ്യം ചെയ്യുന്നതെന്ന് അറിയോ, ചുറ്റിനുള്ള സമൂഹത്തിൻ്റെ അടുത്ത് ഇവൻ നല്ലവനാണ്, ഇവൻ ഇവരുടെ അടുത്ത് എന്ന് പറയും ഇവള് മഹാപന്നലാണ്. കാരണം ഇവൻ ഓൾറെഡി തന്നെ പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴും ഇങ്ങനെ പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ ഓരോ സമൂഹത്തിന്റെ മുന്നിൽ വരുമ്പോൾ ഇവളെ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ അവനെ അടിച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ്. സിമ്പതി മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് എടുക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ബ്രോ പറഞ്ഞു, അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മൾ ഏറ്റവും പ്രധാനം സൂക്ഷിക്കുക. അതുപോലെ തന്നെ ബ്രോ പറഞ്ഞ മറ്റൊരു പ്രധാന ഒരു വിഭാഗം പെണ്ണുങ്ങളിൽ വരുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ കൊവേർട്ട് നാർസിസിസ്റ്റ് എന്ന് പറയും. ആണുങ്ങളിൽ ഇങ്ങനെയാണ് വരുന്നത്. അതെ പെണ്ണുങ്ങളിൽ വരുന്നതാണ് മുമ്പ് പറഞ്ഞ പോലെ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള, വളരെ ഇമോഷണലി മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള പെണ്ണുങ്ങൾ. അവർ ചെയ്യുന്ന എന്താണെന്നറിയോ, അവർ പറയുന്നത് അവരുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും കഥകളും നമ്മളെ പറഞ്ഞിരുത്തിക്കളയും. തുടക്കം, എൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി, ഞാൻ ഇങ്ങനെയായിപ്പോയി, ഞാൻ ഇങ്ങനെ തകർന്നിരിക്കുകയാണ്, ഇങ്ങനെ പറഞ്ഞ് നമ്മൾ സിമ്പത്തറ്റിക് ആയിട്ടുള്ള എംപത്തറ്റിക് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഇവരുടെ വലയിൽ വീഴും. കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവർ നെഗറ്റീവ് എനർജി കൊണ്ട് നമ്മുടെ ജീവിതം തകർക്കും. തീർച്ചയായിട്ടും. എന്താ ഇവർ ചെയ്യാൻ പോകുന്നത്, ഇമോഷണലി മാനിപ്പുലേറ്റിങ്. എല്ലാ കാര്യത്തിലും നീയാണിതിന് ഉത്തരവാദി, ഞാനിങ്ങനെ ആയിപ്പോയി, അതിൻ്റെ കാര്യം നീയാണ്, എന്നെക്കൊണ്ട് നീയല്ല ഒന്നും ചെയ്യുന്നില്ല, ഞാനെന്ത് ചെയ്യാനാണ്. ഈ അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു ആൾക്കാരുണ്ട്. ഇവിടെ എല്ലാം വരുന്ന കുഴപ്പം, വിക്റ്റിമായിട്ടുള്ള ആൾക്കാരുടെ സെൽഫ് കോൺഫിഡൻസ് കംപ്ലീറ്റ് ആയിട്ട് നശിക്കും. നമ്മുടെ മലയാളി സമൂഹത്തിൽ, UK മലയാളി സമൂഹത്തിൽ ഇങ്ങനെയുള്ള ഒത്തിരി ബന്ധങ്ങളുണ്ട്. പ്രത്യേകിച്ച് മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഈ പറഞ്ഞ പോലുള്ള ലേഡീസ് നമ്മൾ കണ്ടിട്ടുണ്ട് പേഴ്സണലി. ഉദാഹരണം പറഞ്ഞാൽ ബ്രോ, ഈ ഇടയ്ക്ക് ബ്രിട്ടീഷ് മലയാളിയിൽ വന്ന കഥയില്ലേ, മറ്റേ ഒരു പെണ്ണിനെ കുത്തിക്കൊന്ന, പെണ്ണിനെയും കുട്ടികളെയും കുത്തിക്കൊന്നു. വേറൊരു സംഭവം ഉണ്ടായിരുന്നു. ഇതിനകത്തൊക്കെ ഉള്ളൊരു വലിയൊരു എലമെന്റ് നാർസിസിസ്റ്റിക് ഫാക്ടറാണ്. ജലസി, മാനിപ്പുലേഷൻ, കൺട്രോൾ. ഇതൊന്നും നടക്കാതെ വരുമ്പോൾ ദേ ബിക്കം വെരി അഗ്രസീവ്. ദേ ക്യാൻ ബി ഫിസിക്കലി അഗ്രസീവ്, വെർബലി അഗ്രസീവ്. ഇവന്മാർ ഏത് ലെവലിലും പോകും. മനസ്സിലായി? അപ്പൊ അത് പ്രിവെന്റ് ചെയ്യേണ്ട, ഇങ്ങനെയുള്ള ആൾക്കാരെ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ പെൺകുട്ടികളുടെയും ആണുങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾക്ക് ഒത്തിരി വലിയ വാഗ്ദാനങ്ങളിൽ നിന്ന് ഭയങ്കര വലിയ സംഭവങ്ങളായിട്ട് കാണിക്കുന്ന ഒരാളെ യു നീഡ് ടു ഫസ്റ്റ് ഓഫ് ഓൾ ടെസ്റ്റ് ഹിം ഇമോഷണലി. ഇമോഷണൽ ആയിട്ട് അവനെ ടെസ്റ്റ് ചെയ്യാം. അവൻ്റെ കാര്യങ്ങൾ, ഇമോഷണൽ കാര്യങ്ങളിലേക്ക് സംസാരിക്കുക. മനസ്സിലാക്കി ഇവൻ ഇമോഷണലായിട്ട് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ, ഇവന് കണ്ണുകളിൽ കണ്ണ് നിറയുന്നുണ്ടോ, ഇവന് സംസാരിക്കുമ്പോൾ നമ്മളുടെ രീതിയിൽ ഇവൻ സംസാരിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഒരാളല്ല, അവന് വളരെ കോൾഡായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അവൻ്റെ കണ്ണിലേക്ക് നോക്കുമ്പോൾ വളരെ കോൾഡാണ്. എന്ത് പറഞ്ഞാലും ഇത് നമുക്കൊരു എനർജി, എപ്പോഴും ഒരു നെഗറ്റീവ് എനർജി വരുന്നുണ്ട്. പക്ഷേ അവൻ അവിടെ നമ്മൾ പ്ലീസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഗിവ് യു എനിത്തിങ് ഇൻ ദ ബിഗിനിങ് ആണ്. പക്ഷേ ഒരു കാര്യം ഞാൻ അതിൽ പറയുമ്പോൾ, അതായത് ഇതിലുള്ള ഏറ്റവും വലിയ ചലഞ്ച് ഞാൻ പറയാം. ഇപ്പം നമ്മൾ ഒരു മനസ്സിന് ഒരു ചെറിയ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എൻ്റെ വയറിൻ്റെ ഈ സൈഡിൽ എനിക്കൊരു വേദന വരുന്നു. ഞാൻ ഉടനെ ഗൂഗിൾ എടുത്ത് നോക്കുകയാണ്, ഐ തിങ്ക് ഇറ്റ്സ് കിഡ്നി ഫെയിലിയർ എന്ന് പറഞ്ഞ് ഗൂഗിൾ പറയുകയാണ്. നമ്മൾ ഉടനെ അതുമായിട്ട് അങ്ങ് റിലേറ്റ് ചെയ്യും. എന്ന് പറഞ്ഞ പോലെയുള്ള കുറേ ഫാക്ടേഴ്സ് ബ്രോ പറയുന്നതിലുണ്ട്. എന്ന് വെച്ചാൽ ബ്രോ പറയുന്ന എല്ലാം ഫാക്റ്റാണ്, എന്ന് വെച്ചാൽ സയൻറ്റിഫിക്കലി പ്രൂവനാണ്. പക്ഷേ നമ്മുടെ ആൾക്കാർ ചെറിയൊരു സാധനത്തിന് പോലും ഒരു സാധനം എടുത്ത് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത് വെച്ച് ഇപ്പോൾ ജഡ്ജ് ചെയ്യുമ്പോൾ, ഐ തിങ്ക് ഹി ഈസ് ആക്ച്വലി നാർസിസ്റ്റിക് എന്ന് പറയുന്ന ഒരു കുഴപ്പത്തിലേക്ക് റോങ് ജഡ്ജ്മെന്റിലും പോകാൻ ചാൻസ് ഉണ്ട്. തീർച്ചയായിട്ടും. ആക്ച്വലി കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. എക്സാക്ട്ലി. ഇല്ല, ഇതിന്റെ ഏറ്റവും പ്രധാന കാര്യം എന്താണെന്ന് അറിയാം ബ്രോ, നമ്മൾ ചുമ്മാ സെൽഫ് ഡയഗ്നോസ് ചെയ്യാതിരിക്കുക. എക്സാക്ട്ലി, അതാണ് ഇതിനകത്ത് നമുക്ക് തോന്നുന്ന, എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഇതാണ്, വൈബ്. നിങ്ങൾക്ക് എന്താ എനർജി, ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. എനർജി ബാഡ് ആണെന്ന് എപ്പോഴെങ്കിലും തോന്നുവാണെന്നുണ്ടെങ്കിൽ യു ലീവ് ദ പ്ലേസ്. അതിനപ്പുറം മറ്റൊരു കാര്യമുണ്ട്, യു മേക്ക് യുവർ സെൽഫ് എ ബൗണ്ടറി, സെൽഫ് ലവ്. മറ്റുള്ളവർ പറയുന്നത് നമ്മളെ അഫക്റ്റ് ചെയ്യാതിരിക്കുക, നമ്മുടെ ഈഗോയെ ഹേർട്ട് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നൊരു അവസ്ഥയിൽ വന്നാൽ തന്നെ ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മളെ അട്രാക്ട് ചെയ്യില്ല. വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. എനിക്ക് തോന്നുന്നു അതിൽ ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ ആ ഒരു എനർജി നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഈസ് ഇറ്റ് മേക്കിംഗ് എനി പോസിറ്റീവ് ഇമ്പാക്ട് ഇൻ മൈ ലൈഫ് എന്നുള്ള ചോദ്യത്തിന് ഇത്ര ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ നമ്മളൊന്ന് റീതിങ്ക് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പലപ്പോഴും എനർജി അളക്കാറുണ്ട്. ഞാൻ ഈ ആള് നമ്മൾ അടുത്തേക്ക് വരുമ്പോൾ തന്നെ ഐ ഫീൽ സോ അൺകംഫർട്ടബിൾ. I feel something is not right. So I make sure that you have your boundary, I have my boundary. Stay in your boundary. Don't come into my boundary. I'm not coming into your boundary as well. Exactly. കുറേയൊക്കെ ഡിഫെൻസീവ് ആയേ പറ്റൂ. 100%. കാരണം ഇവർ വളരെ പേടിത്തൂറികളാണ് ഉള്ളിൽ. സൈക്കോപാത്ത് ഡിഫറെന്റ് ആണ്. കാരണം സൈക്കോപാത്തിന് ഇമോഷൻ ഇല്ല. അത് വേറെ ലെവലാണ്. അവന്മാർക്ക് ഇവന് ഇമോഷൻ ഇല്ല. പക്ഷെ സൈക്കോപാത്തിന് ഇവന് സോഷ്യൽ നോംസിനെ പേടിയുണ്ട്. ആണ്. പക്ഷേ ഒരേ സമയം നാർസിസിസ്റ്റിന് സോഷ്യൽ നോംസിനെ പേടിയുണ്ട്. പക്ഷെ സൈക്കോപാത്തിന് ആ ഒരു സോഷ്യൽ നോംസിനെ പേടിയില്ല. വിക്ടിം കളിക്കില്ല.
Victim- ഹീസ് റെഡി ഹീസ് റെഡി ഫോർ ദ അതായത് അവന്റെ Exactly. മൈൻഡിൽ വേറെ ഒന്നും ചിന്തയില്ല. ഇല്ല, അതെന്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. ഉണ്ടാവും. അല്ല ബ്രോ പറഞ്ഞ തന്നെയാണ് ഞാനും എനിക്ക് കൂടെ കൺക്ലൂഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പോയിന്റ്. അതായത് ഐ തിങ്ക് യു ഷുഡ് ഹാവ് ദാറ്റ് പോസിറ്റീവ് എനർജി ബിറ്റ്വീൻ ദ പേഴ്സൺ യു ആർ അത് എന്തായിക്കോട്ടെ, ഫ്രണ്ട് ആയിക്കോട്ടെ, അമ്മാവനായിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു സാറായിക്കോട്ടെ, ആരായാലും ആ ഒരു എനർജി നമുക്ക് കിട്ടുന്നില്ല. ഇഫ് ഇറ്റ് ഈസ് ഇമ്പാക്ടിങ് നെഗറ്റീവ്ലി, അത് എന്ത് ഡിസോർഡേഴ്സ് ആയിക്കോട്ടെ, മേ ബി വി ഡോണ്ട് വാണ്ട് ടു നോ. ഫസ്റ്റ് തിങ് ഇസ് സ്റ്റേ അവേ ഫ്രം ഇറ്റ്, അല്ലേ? അതിനുശേഷം പിന്നെ എക്സാക്ട്ലി ബ്രോ. അതായത് നോക്കുക. നമ്മൾ ഏത് സംഭവത്തിലും നമ്മൾ നമ്മുടെ ബോഡിയിലുള്ള ഫീലിങ്സ് മനസ്സിലാക്കുക. ഇമോഷൻ വരുമ്പോൾ ഇമോഷൻ ഗീവ്സ് യു ഫീലിങ്സ്, യെസ്, അല്ലെ? ഫീലിങ്സ് ഗീവ്സ് യു എന്താണ് പിന്നെ ഈ തീർച്ചയായിട്ടും അതിന്റെ ബോഡിയിലെ അതെ 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 ഈ എഫക്ട്സുകളെല്ലാം വരുന്നത്. അതെ അപ്പം ആ ഫീലിങ്സും ഇമോഷൻസും ഒക്കെ നമുക്ക് റൈറ്റ് അല്ല എന്ന് തോന്നുന്ന നിമിഷം നമ്മൾ ഔട്ടാവുക. അത്രേ ഉള്ളൂ. അതാണ് അതിന്റെ കറക്റ്റ്. അതാണ് എൻ്റെ കറക്റ്റ്. കാരണം ഇതിനകത്തൊന്നും ഡ്രാമ കളിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവൻ്റെ പുറകിൽ നടക്കാനോ ഡിപ്പെൻഡൻ്റ് ആയി പണികൾ നേടാനോ ഒന്നും അല്ല നമ്മുടെ ലൈഫ് ഉള്ളത്. യു ഹാവ് സോ മെനി ഗുഡ് തിങ്സ് ടു ഡു. ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി. അപ്പോൾ എന്തായാലും നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഐ ഹോപ്പ് നമുക്കെല്ലാം. അല്ല മാത്രമല്ല ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ എല്ലാവരുടെയും ലൈഫുകളിൽ ഇതുപോലുള്ളവരെ കണ്ടിട്ടുണ്ടാവും, ഒരു സംശയം വേണ്ട, അല്ലേ? ഇപ്പോൾ എനിക്ക് തന്നെ അറിയാം എത്രയോ പേര് നമ്മളടുത്ത് പല പല കോൺവെർസേഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരുത്തനുണ്ട്, അവന് സ്വന്തം ഭാര്യയെ സ്റ്റെയർന്ന് തള്ളിയിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ എന്താണ് പ്രശ്നം എന്നറിയില്ല, അവൻ പറയുന്നത് അങ്ങനെയല്ല, ഒരു ചെറിയ പ്രശ്നം കൊണ്ട് ബട്ട് ഇറ്റ്സ് ഓൾ നാർസിസ്റ്റിക് ട്രൈറ്റ് ആണ് ബ്രോ പറഞ്ഞത്. അത്രേ ഉള്ളൂ. ഇതിനകത്ത് ഇത്രേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളാരെ ഡയഗ്നോസ് ചെയ്യാനോ അതൊരു ഈ നാർസിസിസ്റ്റ് ആയിട്ട് വിളിക്കാനോ ഒന്നും പോകണ്ട. ടോക്സിക് വിഷം പകരം നമുക്കൊരു എനർജി കിട്ടുന്നു, നമുക്ക് മനസ്സിലാവുന്നു ദിസ് ഈസ് നോട്ട് റൈറ്റ് ഫോർ മീ. അതെ, കുറേ ടിക്ക് ബോക്സുകൾ ചെയ്യുന്നു. അതെ, നോ വേ. അവിടെ നിന്ന് നമ്മൾ പിൻവലിയുക. അതെ. ഇനി അതും കഴിഞ്ഞ് അവർ ഈ പറഞ്ഞ പോലെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുകയും അതിൽ കൂടെ നിങ്ങൾക്ക് കൺവേ ആയി മനസ്സിലാവുകയും ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ഡിഫറെന്റ്. ബട്ട് അറ്റ്ലീസ്റ്റ് ആ സ്റ്റെപ്പ് എടുക്കുക, അല്ലേ? ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക. Absolutely. അല്ല, മനുഷ്യനെല്ലാം മാറാനുള്ള കഴിവുണ്ട്, പക്ഷെ നാർസിസിസ്റ്റ് മാറൂല കേട്ടോ. അവിടെയാണ് നമുക്ക് അത് തിരിച്ചറിയാൻ പറ്റുമല്ലോ. പക്ഷെ വീണ്ടും ഗ്യാസ് ലൈറ്റ് അല്ല, വീണ്ടും ഇതീം എന്താണ് അതിന് പറയുന്നത്, നമ്മളെ ഒരു സ്വന്തമായി അതെ, എൻ്റെ പേര് മറന്നു. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് വീണ്ടും നമ്മളെ അവര് അട്രാക്ട് ചെയ്യാനുള്ള അപേക്ഷിച്ച് കാണാപേക്ഷിച്ച് സാമാന ഗിഫ്റ്റ് ഒക്കെ തന്ന് വേണമെങ്കിൽ. പക്ഷെ നമുക്ക് അവിടെ നിന്ന് മുമ്പ് തന്നെ ഒരു എനർജി ബാഡ് ഫീലിംഗ് ഉണ്ടെങ്കിൽ അനലൈസ് ദാറ്റ് എനർജി, ഗീവ് എ ഡയറക്റ്റ് എക്സ്പ്ലെയിൻ, അല്ലേ? ഡയറക്റ്റ് കോണ്ടാക്ട് സംസാരിക്കുക. എനർജി ബാഡ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡോണ്ട് ഗോ ദെയർ. അത്രേ ഉള്ളൂ. 100%. അപ്പോൾ എന്തായാലും നിങ്ങളുടെ മനസ്സിലും എങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ എന്താണ്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ഒപ്പീനിയൻസ് ഈ ഒരു വിഷയത്തെക്കുറിച്ചുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റുകൾ ഇടുക. ഓക്കെ, സോ ബ്രോ ലെറ്റ്സ് ടൈ അപ്പ്. അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. അപ്പം ലെറ്റ്സ് ടൈ അപ്പ് ഫോർ എ ബെറ്റർ ഫ്യൂച്ചർ ആൻഡ് ബെറ്റർ കണ്ടന്റ്. താങ്ക് യു.